ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് ആദിലയും നൂറയും തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നുണ്ട്. പാതിരാത്രി ഒരു 1:30 മണി സമയത്താണ് ഇത് ഉണ്ടാകുന്നത് ലൈവിനകത്ത്. ഇതിനൊരു തർക്കം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, കാരണം ഇവര് നല്ല സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേരാണല്ലോ. അപ്പൊ ഈ ഒരു തർക്കത്തിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾ ഇത്തിരി സോൾവ് ആവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആദില അനുമോളുമായിട്ടുള്ള ഒരു മഞ്ഞുമല ഉരുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആദിലയുടെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൽ നിന്ന് ശരിക്കും ഞാൻ കണ്ടത്. ഗ്രഡ്ജ് വെക്കാതെ പെരുമാറാനും പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ ആദിലയുടെ ഒരു എഫേർട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും. സംഭവം എന്താണെന്ന് പറയാം. രാത്രി ഒരു 1:30 അനുമോള് വാഷ്റൂമിന് പുറത്ത് നിൽക്കുവാണ്. നൂറ ഇരിപ്പുണ്ട് അപ്പുറത്ത്. പിന്നെ പ്രവീണ് പിന്നീട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ജിഷിൻ വരുന്നുണ്ട്. അനുമോളുടെ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഒരു വാഷ്റൂമിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. അതറിയാതെ ആദില അതിൽ കുളിക്കാൻ കയറിയിട്ടുണ്ടാവും, ആ ഒരു സെയിം വാഷ്റൂമിന്. ഈ സമയത്ത് അനുമോള് ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആദിലെ കുളി കഴിഞ്ഞ് ഡോറ് തുറന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഫുൾ അനുമോളെ ഇട്ട് വട്ടാക്കുവാണ്. നിങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു തള്ളച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിലൂടെ ആ ഒരു സ്ലാങ് കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ അതില് കളിയാക്കുന്നുണ്ട് അനുമോളെ. അപ്പൊ ജിഷിൻ ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഈ ഒരു സംഭാഷണം കണ്ടതും ജിഷിൻ അനുമോളുടെ കൈ കൊണ്ടുപോയി ആദിലയുടെ കൈക്ക് കൊടുപ്പിക്കുന്നുണ്ട്, കോംപ്രമൈസ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ആദില പുറത്തിറങ്ങി അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ട്. അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടന്റെ എപ്പിസോഡിന്റെ സമയത്ത് ഇവർ രണ്ടുപേരും പ്ലേറ്റ് തിരിച്ച് കള്ളി എന്ന് അനുമോളെ വിളിച്ചല്ലോ. ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തു കൊണ്ടുപോയതിന്റെ പേരില് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടതും പ്ലേറ്റ് തിരിച്ചല്ലോ ആദിലയും നൂറയും. ആ ഒരു പ്രയാസമാണ് അനുമോൾ ഉള്ളിൽ കൊണ്ട് നടന്നത്. ഇത് കാരണമാണ് പിണങ്ങിയിരുന്നത്. ഇത് അനുമോളുമായിട്ട് പറഞ്ഞ് സോൾവ് ആക്കുന്നൊന്നുമില്ല, അനുമോളായിട്ട് പറഞ്ഞ് സോൾവ് ആക്കുന്നൊന്നുമില്ല. പക്ഷെ ആദിലെ ഹഗ് ചെയ്യുമ്പോഴും കൈ കൊടുക്കുമ്പോഴും ഒക്കെ അനുമോള് നിന്ന് കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു സൈനാണ്. സുഹൃത്ത് ബന്ധം അനുമോൾക്കും വെക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഗെയിമിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. എന്നിട്ട് ആ ഒരു വാഷ്റൂം അനുമോൾക്ക് വിട്ടുകൊടുത്തിട്ട് ആദില പോകുന്നുണ്ട്. ഇതായിരുന്നു ഇവര് തമ്മിലുണ്ടായ ആ ഒരു സംഭവം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോ ഇതാണ് ഈ ഒരു സംഭവം. കാണാത്തവര് കാണുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും